വയസ്സാകാലത്ത് വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ? പറയുന്നൊന്നും കേൾക്കത്തില്ല. ഒരു കാര്യം ചെയ്ത് ഒരു കാര്യം തരാം. നിങ്ങൾ എല്ലാവരും സംസാരിക്കും. ഇത് സംസാരിച്ചാൽ മതി, മൊത്തത്തിൽ കേൾക്കാം. ആ അമ്മൂമ്മ ഈ വയസ്സാം കാലത്ത് ആ ഉമ്മർത്തങ്ങാണ് ഇരുന്ന പോലെ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയത് ഇപ്പൊ? മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും വേണ്ട പിന്നെ കുത്തിയിരിക്കാൻ സമ്മതിക്കണം. അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ ഉദ്ദേശം എന്തുവാ? കൊച്ചിലെ സംബന്ധം ചെയ്തതാണ്. അരിപ്പാട്ട് നീലാണ്ടനാണ്. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ അമ്മമ്മ അത് അടുത്തൊന്ന് പിടിച്ച് സംസാരിക്കും, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ആ വകയിൽ 12 പിള്ളേരെ കുറഞ്ഞു 12 കുറവാണ്. അവിടുന്ന് എന്റെ മക്കളെ മൂപ്പിന്നുമായിട്ടങ്ങ് വേണം. മൂത്ത ചേച്ചിയുടെ ഭർത്താവിനോടായി താമസം. അത് ശരി. 2 അപ്പൊ 12ഉം 2ഉം 14 ഇടുക്കിയ. ആരെ കണ്ടു? ഇപ്പൊ ആരാണ്ടെ കണ്ടെന്ന് തോന്നുന്നു. പരിചയക്കാർ വല്ല കാര്യം എന്തോ പരിചയമുള്ളതാന്നോ അമ്മൂമ്മ? അമ്മൂമ്മ ആ വകയിൽ 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. എന്റെ മക്കളെ അവിടുന്ന് കലിഞ്ഞൂക്കാൻ മൂപ്പിന്ന് പെണ്ണ് കാണാൻ പറഞ്ഞു. ആരമ്മൂമ്മ കാണാൻ? വല്യമ്മച്ച് മൂന്നടങ്ങ് ഇതെല്ലാം തന്നിട്ട് പറഞ്ഞു നീ കുത്തിച്ചോണ്ട് പോയി. എന്റെ മക്കളെ നെല്ലും കുത്തിച്ചോണ്ട് വന്നപ്പോഴേ മൂപ്പിന്ന് അങ്ങ് പോയണം. മൂപ്പിലങ്ങ് പോയി. കാണാൻ പറ്റി? ചെറുക്കനെ ഒന്നും കണ്ടില്ല. അവിടുന്ന് അന്നേരം തൊട്ട് എന്റെ മക്കളെ എന്റെ വയറ്റിൽ ഒരു ആദ്യം കാണാൻ പറ്റാഞ്ഞില്ല. അവിടുന്ന് പെരയുടെ മോനിൽ ചെന്നപ്പോഴാണ് ആ കാര്യം മനസ്സിലായി. പിന്നെ ശരിക്ക് വല്യമ്മ സൽക്കരിച്ച ഫോണും കൊണ്ടങ്ങനെ ഇപ്പൊ ഒന്നും പിടിക്കണ്ട. വല്യമ്മയുടെ തന്നെ വേണം. എന്തുവായിരുന്നു? അമ്മൂമ്മ പറഞ്ഞ അമ്മൂമ്മക്ക് ഓർമ്മയില്ലേ? വയസ്സൊക്കെ ആയില്ലടാ. സൽക്കരിച്ചു കിട്ടും. അവിടുന്ന് എന്റെ മക്കളെ 3-4 ദിവസം കഴിഞ്ഞപ്പോ നേരവും കുറിച്ചു കരക്കാരി കുറിക്കാരി അടിഞ്ഞ് വന്നട മക്കളെ സംബന്ധം ചെയ്യാൻ. എനിക്കാണ് എന്റെ മക്കളെ അങ്ങ് നാണം കൊണ്ട് പിള്ളേര് 14. അവിടുന്ന് വല്യമ്മച്ച് വന്നങ്ങ് തള്ളു തുടങ്ങി. തള്ളി ഇറക്കും. സമയത്ത് മുറി മേടിക്കണ്ടോ? മൂപ്പിലാണെ മുറി നീട്ടി പിടിച്ചോണ്ട് നിൽക്കും. അങ്ങനെ എന്റെ മക്കളെ സംബന്ധമൊക്കെ കഴിഞ്ഞു. ആരോ കണ്ടു കേട്ടോ. ആരുടെ കണ്ടു? അതിനിടയ്ക്ക് മൊത്തം പരിചയക്കാരാ അമ്മൂമ്മ. മനസ്സിലായി. ഓ അങ്ങനെയൊക്കെ പറഞ്ഞേ വല്ല ഉണ്ടോ? ആ മൈക്ക് ചേർത്ത് ഒന്നുമില്ല. ആന്ന് ഇങ്ങോട്ട് വരുന്നത് എന്ത് കഴിയില്ല അച്ഛനും അമ്മയും. എന്താ വേണം കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞു എന്താ സംബന്ധം മുറി നീട്ടി പിടിച്ചിട്ട്. അതെ, മുറി നീട്ടി പിടിച്ചോണ്ട് വന്നപ്പോഴേ അമ്മൂമ്മ പുറകെ തള്ളി വിട്ട കാര്യമാണ്. മുറി നീട്ടി പിടിച്ചു. ഈ പടയടി കാലത്തിലൊക്കെ വന്നേക്കെ എന്താ ആയിന മുറി നീട്ടി. അവിടുന്ന് എന്റെ മക്കളെ സംബന്ധമൊക്കെ കഴിഞ്ഞു. വീട്ടിലോട്ട് പോവാ. മൂപ്പിലാൻ്റെ പോവാ. പുരവച്ചേ കണ്ടു. 4 കെട്ടും 8 കെട്ടും അരക്കെട്ടും ഇടക്കെട്ടും എല്ലാം കണ്ടു. നടന്നുള്ള പോക്കല്ലേ? എന്നോട് പറഞ്ഞു ദൂരെ കാണാം. നീ അങ്ങോട്ട് കേറിയാട്ടോ. എന്റെ മക്കളെ അമ്മൂമ്മ ആ ഇടവകാലം വെച്ച് അങ്ങോട്ട് കയറി.
പെങ്ങളുണ്ട്. ആ. പെങ്ങളൊക്കെയാണ്. ആ നാത്തും വന്നേ നൊന്നേ വിളിച്ചുള്ളൂ. ആ പുറമോട്ട് വിടങ്ങി ഐശ്വര്യം ആ ഇടത്തുകാരെ വെച്ച് കയറിയല്ലേ. അതെ. അവിടുന്ന് എന്റെ മക്കളെ ആ മുറ്റത്തോട്ട് കയറി ആ നടന്ന് ആ ഒരു വാണ്ടിപ്പശു ആ 12 വാഞ്ചാന ഓ, 12 മാസം. ഒന്നേ അവറിയുള്ളൂ. ആ അതും തീർന്നായിരിക്കും. അത് അങ്ങ് പോയടാ. ഐശ്വര്യത്തിന്റെ ഘോഷയാത്ര. ആ ഇതൊക്കെയാണ് മക്കളെ കാര്യങ്ങളൊക്കെ. ആ വീട്ടിലോട്ട് ചെന്ന് കയറുതേ ഉള്ളൂ. ആ. എനിക്ക് പറ്റിയ ഫോണൊക്കെ എല്ലാം പണി പരിചയക്കാരാ. വെച്ചുകൊണ്ടിരിക്കാതൊക്കെ വല്ലതൊക്കെ ഒന്ന് പിടിച്ചെടുക്കണി ഒരു. ഓ അവൾ ഉടനെ അത് വാങ്ങി. ഭയങ്കര എന്താണ് മക്കളെ പാണ്ടിപ്പശു. പാണ്ടിപ്പശു. പോയി ആ അവിടുന്ന് എന്നോട് പറഞ്ഞു നീ അടുക്കളയിലോട്ട് കയറി ഇച്ചിരി കഞ്ഞി വെക്കാം. ആ ഒത്താരം ഉണങ്ങി വെച്ചിരിക്കാം. ആ ഇഷ്ടം പോലെ ഉണ്ട്. ആ പെരയുടെ വാങ്ങി ആ ആ എന്റെ മക്കളെ ഒത്തനെ വെക്കാം മൂളം ആ ആ പൊത്തി ഇരിക്കുമ്പോൾ ഒരു തീപ്പൊരി എന്റെ മക്കളെ അങ്ങ് മേലോട്ട് പോയി. ആ തീപ്പരി ഒരെണ്ണം മേളോട്ടൊക്കെ പോയി. ആ 14,000 മടലോ 4 കെട്ടാണ്. ആ അതങ്ങ് വെന്തു. ഒയ്യോ കൊള്ളാം. ഐശ്വര്യത്തിന്റെ ഒരു ഐശ്വര്യത്തിൽ പറയാതെ കയറുതേ ഉള്ളൂ. ആ നടുക്കെട്ട് മാത്രം മെന്തിലടാ മക്കളെ. ആ ആ അവിടെ ഒരു നനവുണ്ടായി. ആ ആ നനവുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ മെന്തി ആ ബാക്കി എല്ലാം കത്തി. എല്ലാം പോയടാ ആ മക്കളെ. അല്ലേ അതും കത്തിയാൽ എന്താ മൊബൈലിൽ പിടിച്ചോണ്ടിരിക്കുവാണ്. ആ അവിടെ തന്നെ മക്കളെ ആ ആ അതും അങ്ങ് വെന്തു. ആ 4 കെട്ട് നടുക്കെട്ട് മാത്രം മെന്തി. ആ അവിടെ ഒരു നനവുണ്ടായി. ആ അതാ. അവിടെ തന്നെ മക്കളെ ഒന്ന് കയറി കിടക്കണ്ടേ. ആ വേണം. ഒരു 4 കാല് പിടിച്ചു ആ ഒരു മാടം ആ ആദ്യം വന്ന് ഒരു കയറ് കെട്ടിട്ടുണ്ടായി. ആ ആ അതിന് കയറും വലിച്ച് ആ ആ അമ്മൂമ്മ അടിയിലും ആ അമ്മൂമ്മ മേളിലും ആ ആ നടതാടി കഴിഞ്ഞു. ചുമ്മാ വീട്ടിൽ പോയിരിക്കരുത്. ആ ഓ വന്നിരിക്കുന്നു ആ കാണാൻ. ആ ആ എന്താണ് പാതി പാതി വെന്ത വന്ന കട്ടിലേല്. കയറ് ആ കെട്ടിലുണ്ടായി. അതിന് കയറും വലിഞ്ഞ് ആ അമ്മൂമ്മ അടിയിലും ആ അപ്പൂപ്പ മേളിലും ആ ഒക്കെ ആയിട്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നാവും. ആ ആ ആ അങ്ങനെ ഇരിക്കുമ്പോ കോന്നിക്കാർ മൂപ്പിന്ന് വന്ന് വിളിച്ചു ആ ആന വരണ്ടെന്ന്. ആന വരണമെന്ന് ആന വരണം. ആഹാ. ഇങ്ങേതാനും എന്റെ മക്കളെ എന്തോ ഇത് ഉന്തോം വലിച്ചു വിട്ടുകൊണ്ട് ഒരൊറ്റ പോക്ക്. ആ ആ ആ ആനത്തോട്ടിയാണ്. എന്തിന് ആന കുട്ടിയുടെ കഥയാണ്. ഓ ആ അതും ഐശ്വര്യം. ഐശ്വര്യം. ഉം. വാടാ മക്കളെ. എന്തൊരു ഐശ്വര്യം എന്നറിയോ. ഇതെന്തോ അമ്മൂമ്മ എല്ലാരും പരിചയക്കാരാണ്. കണ്ടോടാ കപ്പലിന്റെ ഒക്കെ തിന്നെ. ഓ അതുകൊണ്ടോ ഞാൻ കാര്യം നടക്കൂല. അപ്പൊ വാലിയൊന്നും എനിക്ക് വേണ്ട. ഇനി ഒരു താടാ. എനിക്ക് വയ്യ. എന്താ അമ്മൂമ്മ ഇപ്പൊ വന്നതിന്റെ കാര്യം എന്നാ? പിന്നെ അമ്മൂമ്മ ആ എന്തോ ഒരു കേസിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അമ്മൂമ്മയുടെ. മക്കളെ ഒന്നും പറയണ്ടാടാ. ആ മൂപ്പനായൊരു 2 പറ നിലം ഉണ്ടായി. ആ അതിന്റെ താഴത്തെ നിലം ചാക്കുമാപ്പിള ആ എന്റെ കൈത്തോട്ടി കൂടെ അയാൾ വെള്ളം കളച്ചു. അയ്യോടാ ചാക്കുമാപ്പിള ആ ആ അതിന് മൂപ്പിലാ സമ്മതിക്കത്തില്ല. ആ ഒരു വഴക്കായി കേസായി. ആ ചാക്കുമാപ്പിള കൊണ്ട് കേസ് കൊടുത്തായി അനുകൂലമായിട്ട് അങ്ങ് വിധിച്ചടാ. ആഹാ. അന്ന് തൊട്ട് ആ എന്റെ കൈത്തോട്ടി കൂടെ അയാൾ വെള്ളം വീഴ്ത്തി. ആ. വേണ്ടത്. ആ മുതുക്കരണ്ട ഇതുപോലെ നടക്കൂ. നടക്കത്തില്ല. അതാടാ മക്കളെ. ഉം. അതാ കാര്യങ്ങൾ ഇരിക്കുന്നത്. അതിപ്പോ ഇങ്ങോട്ട് വന്നേണ്ടേ. പിന്നെ മക്കളെ ഇങ്ങോട്ട് വന്നേ മൂപ്പിലാനെ തിരക്കി ഇറങ്ങിയാണ്. ആ ആ അങ്ങനെ 2 വിളി ആ വയനാടിനൊക്കെ ഒന്ന് നടക്കാന്ന് ഇങ്ങനെ പറഞ്ഞത്. അയ്യോ പിള്ളേര് തപ്പിത്തരാന്നൊക്കെ പറഞ്ഞു. എടാ ഉവ്വേ പിള്ളേര് പിള്ളേരെല്ലാം ഉണ്ടല്ലോ ഇവിടെ. എടാ മക്കളെ ആ അപ്പൂപ്പനെ തപ്പിക്കൊടുത്തടാ. ആ നോക്ക് അമ്മൂമ്മ നോക്ക് ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കും. പിള്ളേര് എടാ അമ്മൂമ്മയും കൊണ്ട് നോക്കടാ. അമ്മൂമ്മ കൂടെ പിടിച്ചോണ്ട് നോക്ക്. പിള്ളേരോളം കണ്ട് ഇരിപ്പുണ്ട്. നോക്കണ്ട. ആ എന്റെ മക്കളെ തേങ്ങടാ. ആ അയ്യോ കാത്തിരിക്കുന്നു കാലി തോർത്ത് നോക്കിയിട്ട് അറിയത്തില്ലെന്ന് വിചാരിച്ചു. ആ കയ്യോടെ കൊണ്ടുപോയിക്കോ.
ആ അമ്മൂമ്മ ഒളിച്ചു പാത്തിരുന്ന